കുന്നും മലകളും താഴ്വാരങ്ങളും കൊച്ചരുവികളുമില്ലാത്ത ബ്രഹ്മക്കുളം ഗ്രാമത്തിലേക്കാണ് സഞ്ചാരത്തിൻ്റെ ഇനിയുള്ള യാത്ര. ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് സഞ്ചാരം യാത്ര ആരംഭിച്ചത്. ആളുകൾ വലിച്ചെറിയുന്ന കുപ്പിക്കഷ്ണങ്ങളാലും ഹോട്ടലുകൾ പുറന്തള്ളുന്ന മാലിന്യങ്ങളാലും അലങ്കൃതമായിരുന്നു ഗുരുവായൂരിൻ്റെ തെരുവീഥികൾ. ഞങ്ങളിപ്പോൾ റെയിൽവേ ഗേറ്റിൻ്റെ അടുത്താണ്. ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പാണ് റെയിൽവേ ഗേറ്റ് അടയ്ക്കാൻ പോകുന്നത്. മണിയടിച്ച ശബ്ദത്തിൽ പെട്ടെന്ന് തന്നെ കടക്കാൻ ഞങ്ങൾ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. ഞങ്ങൾക്ക് കുറച്ചു നേരം അവിടെ കാത്തു നിൽക്കേണ്ടി വന്നു. പടിഞ്ഞാറ് നിന്ന് വീശിയടിക്കുന്ന കാറ്റിൽ റെയിൽവേ ഗേറ്റിൻ്റെ കൊളത്തുപോയ കമ്പികൾ തുള്ളിക്കളിക്കുന്നത് വളരെ കൗതുകകരമായ കാഴ്ചയായി എനിക്ക് തോന്നി. കാറിപ്പോൾ അമ്പ് മുറിച്ച് കടക്കുകയാണ്. അമ്പ് മുറിച്ച് കടന്നപ്പോൾ ഒരു പ്രത്യേകതരം കുലുക്കം കാറിൽ അനുഭവപ്പെട്ടു. പണ്ട് ഫ്രാൻസിലെ സെയിൻ നദിക്ക് കുറുകെയുള്ള കിയാങ്കോങ് നൂൽപാലത്തിലൂടെ കടന്നു പോയപ്പോൾ ഇതിനു സമാനമായൊരു കുലുക്കം ഉണ്ടായത് ഞാൻ ഓർത്തു. എന്തായാലും അത്തരം കാര്യങ്ങൾ ഇനി ഞാൻ ഓർക്കുന്നില്ല. വണ്ടി ശരവേഗത്തിൽ പായുകയാണ്. ഇനി ഏകദേശം 2-2.5 കിലോമീറ്ററുകൾ കഴിഞ്ഞാലാണ് ബ്രഹ്മക്കുളം ദേവാലയ അങ്കണമെത്തുക. മാവിൻചോടും പള്ളി റോഡും കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്ന ഒരു സ്ഥലം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ദിനം പ്രതി അനവധി ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണത്രേ അത്. ഇത് വലിയ പുണ്യസ്ഥലമൊന്നുമല്ലത്രേ. കേരള സർക്കാരിൻ്റെ ഒരു സ്ഥാപനമാണ് ബിവറേജ് കോർപ്പറേഷൻ. ഒരുവിധം ആയാസപ്പെട്ടിട്ടാണ് ഞങ്ങൾ ബിവറേജ് കോർപ്പറേഷൻ കടന്നത്. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ ബ്രഹ്മക്കുളത്തേക്കുള്ള വഴിയായി. HMC ജംഗ്ഷനും മില്ലുംപടിയും കഴിഞ്ഞ് ഏകദേശം 5 മിനിറ്റിനുള്ളിൽ തന്നെ ഞങ്ങൾ ബ്രഹ്മക്കുളം ദേവാലയ അങ്കണത്തിലെത്തി. സമയം രാത്രി 7 മണി കഴിഞ്ഞിരിക്കുന്നു. ട്യൂബ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ചില യുവജനങ്ങൾ ഷട്ടിൽ കളിക്കുന്നത് കാണാമായിരുന്നു. ഞാൻ അവരെ ഒന്ന് നോക്കിയപ്പോൾ കുറച്ചുപേർ എന്നെ കൈ ഉയർത്തി ചിരിച്ചു കാണിച്ചു. ഞാൻ നേരെ ദേവാലയത്തിലേക്ക് നടന്നു. ദേവാലയത്തിൽ കടന്നപ്പോൾ പുറത്തുള്ള ഷട്ടിൽ കളിക്കാരുടെ ശബ്ദവും അതിനു താഴെ കമ്മിറ്റിക്കാരുടെ ബഹളവും കൊണ്ട് അസ്വസ്ഥതയുണ്ടായി. ഞാൻ അധിക നേരം അവിടെ ഇരുന്നില്ല. ഞാൻ പുറത്തേക്ക് വന്നു. കമ്മിറ്റിക്കാർ പല കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിലാണ്. സാധാരണ 8 മണിക്കാണത്രേ മീറ്റിംഗ് കമ്മിറ്റി തുടങ്ങുക. അതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ വന്ന് വട്ടമേശകളും ചില്ലറ തീരുമാനങ്ങളുമൊക്കെ എടുത്ത് അത് മീറ്റിങ്ങിൽ അവതരിപ്പിക്കാനാണത്രേ ഈ സംസാരങ്ങൾ. ഞാനതൊന്നും കാര്യമാക്കി എടുത്തില്ല. എന്നാലും ഈ കമ്മിറ്റിക്കാരെക്കുറിച്ച് ചിലത് പറയേണ്ടതുണ്ട്. പള്ളിക്ക് അങ്കണത്തിൽ കുറുകെ കാണുന്ന വലിയ കൊടിമരവും ഒക്കെ ഇവന്മാരുടെ സംഭാവനയാണ്. പള്ളിക്ക് വേണ്ടി പ്രതിഫലമില്ലാതെ അഹോരാത്രം പാടുപെടുന്നവരെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. പള്ളിക്ക് മുകളിൽ നിൽക്കുന്ന തോമാശ്ലീഹ കണ്ണു തുറന്ന് എല്ലാം കാണുന്നുണ്ടല്ലോ എന്ന ഒരു സമാധാനമാണ് എനിക്കുള്ളത്. ഞാൻ അധിക നേരം അവിടെ നിന്നില്ല. ഞാൻ അവിടെ നിന്ന് മെല്ലെ തിരിച്ചു.